കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമുക്ക് നല്ലവനായി കൂടെയിരുന്നു. ദൈവം നമ്മളെ ബലപ്പെടുത്തി ജയത്തോടെ നടത്തി. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ട് വന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആമേൻ ദൈവവചനത്തുമ്പാകെ നമുക്കായിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ തുറന്ന് മനസ്സോടുകൂടെ നമുക്ക് വചനത്തിനുമ്പാകെ പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. നന്നായി നമ്മെ അറിയുന്ന കർത്താവ് നമ്മൾക്ക് വചനത്തെ വിവേചിക്കേണ്ടവർ വിവേചിച്ച് തരട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളെ എഗസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ഈ രാത്രിയിൽ നമുക്ക് തിരിക്കാം. 36-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ പർവ്വതങ്ങളോട് അരുളി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഇസ്രായേൽ പർവ്വതങ്ങളോട്, അത് ഇസ്രായേൽ രാജ്യത്തെയും ഇസ്രായേലിലെ ജനങ്ങളെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. ആ പർവ്വതങ്ങളോട് പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നോട്ട് വരുമ്പോൾ ആ പർവ്വതം മാത്രമല്ല, ആ ഇസ്രായേൽ രാജ്യത്തുള്ള പർവ്വതങ്ങളോടും കുന്നുകളോടും നദികളോടും താഴ്വരകളോടും പാഴ്ഭൂമിയായി കിടക്കുന്നതിനോടും കൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ആ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട അത്രയും സ്ഥലം, അതിൻ്റെ അകത്ത് സകല കോണും മുക്കും എല്ലാ ഭാഗവും കർത്താവിൻ്റെ ദൃഷ്ടിയുടെ കീഴിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അതിനകത്ത് ആരെയും ഒരു കോണും പാഴ്ഭൂമിയും വെറുതെ വിട്ടിട്ടില്ല. എല്ലാത്തിനു മേലും ദൈവത്തിന് ദൃഷ്ടി ഉണ്ടായിരുന്നു, ദൈവിക സാന്നിധ്യമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പരമാധികാരം അതിൻ്റെ മേലുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. കാരണം ഈ രാജ്യം ശൂന്യമാക്കപ്പെട്ടു പോയി, അതിനകത്ത് ആരും ഇല്ലാതെയായിപ്പോയി, ആലയം നഷ്ടപ്പെട്ടു, വെറും വനങ്ങൾ പോലെ കാടുകൾ കൊണ്ട് നിറഞ്ഞു പാമ്പുകളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് അധീനപ്പെടുത്തുവാൻ ചുറ്റുമുള്ള മോവാബ്യരും അമ്മോന്യരും മറ്റ് രാജ്യക്കാരും ഒക്കെ ശ്രമിച്ചു. എന്നാൽ അതിൽക്കൊന്നും അത് അതിക്രമിച്ച് കയറുവാനോ അധീനപ്പെടുത്തുവാനോ ദൈവം അനുവദിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ദൃഷ്ടിയുടെ കീഴിലും ദൈവത്തിൻ്റെ അധികാരത്തിനും കീഴിലായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആ രാജ്യം അത്രയും 70 വർഷം ശൂന്യമായി കിടക്കുമ്പോൾ അയൽ രാജ്യങ്ങൾക്ക് നിശ്ചയമായും സെയീർ പർവ്വതത്തിൻ്റെ ആളുകൾക്കും മറ്റും കയറി ചെല്ലാമായിരുന്നു. അവർ നാളെ ആഗ്രഹിച്ചതാണ്. ദൈവം അനുവദിക്കാത്തത് കൊണ്ട് അവർക്കതിനകത്ത് കയറുവാനോ അത് കൈവശമാക്കുവാനോ ആരാലും സാധിച്ചില്ല എന്ന് നമുക്ക് വ്യക്തമായി ഈ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവത്തിൻ്റെ കൺകൾ ദൈവത്തിൻ്റെ അവകാശത്തിന് മേൽ ഇരിക്കുന്നു എന്ന് വ്യക്തമായി നമ്മെ ഉറപ്പിച്ച് മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ച് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു പാട്ടിൻ്റെ ഒരു ശൈലിയുണ്ട്, ഒരു ഭാഗമുണ്ട്. അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിയിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. പിന്നെ പാട്ടുകാരൻ പാടുന്നുണ്ട്, വല്ലവൻ്റെ കൺകളുണ്ടി കല്ലു പാതയിൽ. ആ പാട്ടിൻ്റെ വരികൾ ഈ ഭാഗത്തോട് ചേർന്ന് ചിന്തിക്കുകയുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായ വസ്തുത, ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ജനത്തിന് മേലും തൻ്റെ ജനത്തിന് വേണ്ടി അവകാശമായി കൊടുത്തിരിക്കുന്ന വസ്തുവിൻ്റെ മേലും ഇരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് ഈ യഗസ്കേലിൻ്റെ പുസ്തകത്തിലൂടെ
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവൻ്റെ അതിൻ്റെ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവജനത്തിന് മേലും ദൈവജനത്തിന് അവകാശമായി കൊടുത്തതിൻ്റെ മേലും ഇരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കുവാനും അത് പറയുവാനും നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഈ മലകളോടും കുന്നുകളോടും ഒക്കെ പറഞ്ഞ് അവസാനം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ദൈവം അവിടുത്തെ നിലങ്ങളോട്, ഭൂമിയോട് പറയുന്നു, എൻ്റെ ജനം അവിടേക്ക് വരുമ്പോൾ നിങ്ങൾ അവർക്ക് ആവശ്യത്തിനുള്ള ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കണം. ജനങ്ങൾ മടങ്ങി വരുമ്പോൾ ഭൂമി അവർക്കായി ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നൽകണമെന്നും അവർ കൃഷി ചെയ്യുകയും വൃക്ഷങ്ങൾ വളരുകയും ആ വൃക്ഷങ്ങളുടെ ധാരാളം ഫലങ്ങൾ കായ്ക്കുകയും ചെയ്യണമെന്ന് ദൈവം ഭൂമിയോട് കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കണം, തൻ്റെ ജനം 70 വർഷം അവിടെ പ്രവാസത്തിൽ കഴിയുകയാണ്. ഈ 70 വർഷം ഇവിടെ കൃഷി ചെയ്തിട്ടില്ല. അതുകൊണ്ട് 70 വർഷത്തെ നന്മ, നഷ്ടപ്പെട്ടു പോയ നാളിലെ നന്മ അവർക്ക് ലഭിക്കത്തക്ക നിലയിലാണ് ദൈവം ഭൂമിയോട് കൽപ്പിക്കുന്നത്. അവർ മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവർക്ക് ഭക്ഷണം നൽകും. ആ നിലയിലേക്ക് നിങ്ങൾ ഫലപുഷ്ടിയാകുന്ന മണ്ണായി, ചെടിയാകളായി തീരുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇനിയും നമുക്ക് അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. ഞാൻ നിങ്ങളുടെ ഇസ്രായേൽ. ഹലോ സിസ്റ്റർ, കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാവോ പാസ്റ്റർ? ഇപ്പൊ കേൾക്കാം. ഞാൻ 11. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും, അവർ പെരുകി സന്താന പുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ എന്റെ ജനമായ ഇസ്രായേലിനെ തന്നെ സഞ്ചരിക്കുമാറാക്കും. അവർ നിന്നെ കൈവശമാക്കും. നീ അവർക്ക് അവകാശമായിരിക്കും. നീ അവരെ ഇനി മക്കളില്ലാത്തവരാക്കുന്നില്ല. ഇവിടെ യഹോവ ഇസ്രായേൽ ജനത്തെ അവർ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുക്കുകയാണ്. 70 വർഷം പ്രവാസത്തിലേക്ക് പോയി ആ പ്രവാസത്തിൽ നിന്നും ജനത്തെ മടക്കി വരുത്തും എന്ന് പറയുന്നു. അവർ വീണ്ടും വരും, നഗരങ്ങൾ പണിയും, അവർ ആ രാജ്യം സ്വന്തമാക്കും. അത് അവിടേതായിരിക്കും. ഇസ്രായേൽ എന്ന രാഷ്ട്രം അത് പതുക്കെ പതുക്കെ വളർന്ന് അത് വലുതായി തീരുമെന്ന് ഈ ഭാഗത്തൂടെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രവാസികളായി പോയിരിക്കുന്ന ജനം മടങ്ങി വരികയും അവർ വർദ്ധിച്ച് ഒരു വലിയ രാഷ്ട്രമായി തീരുമെന്ന് വ്യക്തമായി ഈ ഭാഗത്ത് മനസ്സിലാക്കും. അവർ വീണ്ടും ശക്തരാകും. കാരണം ഇവർ അശക്തരായതിനാലാണ് ബാബിലോൺകാരെ അതിനെ കീഴടക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് ഇവരെക്കുറിച്ച് പറയുന്ന വാഗ്ദത്തമാണ്, നിങ്ങൾ ഇനിയും ശക്തരായി മാറും, നിങ്ങൾ ബലവാന്മാരായിത്തീരും. അപ്പൊ ദൈവം അവരുടെ യഹോവയാണെന്ന് അവർ അറിയും. ഇനിയും
പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ പറയപ്പെട്ട ചിലത് സംഭവിച്ചു. ഇവിടെ ഈ പറഞ്ഞ ഈ വേദഭാഗങ്ങൾ അങ്ങോട്ട് ഇനി ഒരു 15-ാമത്തെ വാക്യം വരെയും പ്രവാസത്തിൽ മടങ്ങി വരുന്ന കാര്യമാണ് പറയുന്നത്. അത് ഇവിടെ നമ്മൾ പഠിക്കുന്ന ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയ കാര്യം മാത്രമല്ല അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തെളിവുകൾ ഞാൻ താഴോട്ട് വരുമ്പോൾ പറയാം. ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി അവരെ മടക്കി വരുത്തും എന്ന ഒരു കാര്യം മാത്രമല്ല ആ വാക്യത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമുണ്ട്. എന്നാൽ പിൽക്കാലം നമ്മൾ പഠിച്ചു വരുമ്പോൾ AD 70 ആകുമ്പോൾ ഇസ്രായേൽ രാഷ്ട്രം പൂർണ്ണമായും റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലാകുകയും ജനം പേടിച്ചിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചിന്നിച്ചെതറിപ്പോയി. അപ്പൊ ആ ചിന്നിച്ചെതറിപ്പോയവരുടെ മടങ്ങി വരവിനെയും കൂടി ചേർത്താണ് ഈ പ്രവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെഹെസ്കേൽ ഇത് പ്രവചിക്കുമ്പോൾ AD 70 നടന്ന സംഭവം നടന്നിട്ടില്ല. യെഹെസ്കേൽ പ്രവചിക്കുമ്പോൾ ജനം പ്രവാസത്തിൽ 7 വർഷത്തേക്ക് പോയിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ, ചരിത്രങ്ങൾ പ്രവചനാടിസ്ഥാനത്തിൽ പഠിച്ചു വരുമ്പോൾ, ഇത് ആ 70 വർഷത്തെ പ്രവാസകാലം കഴിഞ്ഞു വരുന്നതുമുണ്ട്. AD 70 ചെതറപ്പെട്ടു പോയ ജനത്തിൻ്റെ മടങ്ങി വരവിനെയും ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ തൻ്റെ ജനത്തെ തിരികെ കൊണ്ടുവരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. യഹൂദന്മാരിപ്പോൾ മടങ്ങുകയാണ്. നമുക്കറിയാം AD 70 ചിതറപ്പെട്ടു പോയ ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറപ്പെട്ടു പോയി. ആ പോയിടത്തൊക്കെ അവർ അനുഭവിച്ചു. അവർ പിന്നീട് മടങ്ങി വരുന്ന 1948 ഒരു ഇസ്രായേൽ രാഷ്ട്രമായി അത് രൂപീകരിക്കപ്പെടുന്നു. അവർ മടങ്ങി വരുന്നു. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള യഹൂദന്മാർ തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ നിവൃത്തിയായി, ഇപ്പോൾ നിവൃത്തി അതായിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ നിലയിലേക്ക് നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലും അത് ഫുൾഫില്ലായി, പിന്നീടുള്ള കാലഘട്ടത്തിലും ആ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടു. ഇനി നമുക്കതിനെ 13 മുതൽ 15 വാക്യങ്ങൾ ഒന്ന് വായിച്ച് 13 മുതൽ 15 വരെ വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ നിന്നോട് നീ മനുഷ്യരെ തിന്നുകളയും നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ചെയ്ത ദേശമാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് നീ ഇനിമേൽ മനുഷ്യരെ തിന്നുകളയുകയില്ല, നിന്റെ ജനത്തെ ഇല്ലാത്തവരാക്കുകയും ഇല്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ ഇനി നിന്നെ ജാതികളുടെ നിന്ന കേൾപ്പിക്കുന്നില്ല, വംശങ്ങളുടെ അപമാനം ഇനി നീ വഹിക്കയില്ല, നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇത്. പൂർണ്ണമായും AD 70 ശേഷം നടക്കാൻ പോകുന്ന ജനത്തിൻ്റെ മടങ്ങിവരനെ കുറിച്ചുള്ള ഭാഗമാണ് ഈ 13 മുതൽ 15 വാക്യങ്ങൾ. ഇവിടെ ജാതികൾ ഇസ്രായേൽ ദേശത്തിൻ്റെ അനുഗ്രഹം കാണുകയും
അതിനെക്കുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, 70 വർഷത്തേക്ക് പ്രവാസികളായി പോയി അവർ. ആ പ്രവാസകാലം കഴിഞ്ഞ് അവർ മടങ്ങി വന്നു. അവർ പട്ടണങ്ങൾ പണിതു, കൃഷി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, നല്ല നിലയിൽ മുൻപോട്ട് പോയി. AD 70 ആയപ്പോഴേക്കും അവർ വീണ്ടും ചിതറിക്കപ്പെട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി. അവരൊരു മടങ്ങി വരവിനെ കുറിച്ചും കൂടെയാണ് ഈ ഭാഗം രേഖപ്പെടുത്തിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രം ശൂന്യവും ഉപേക്ഷിക്കപ്പെട്ടതുമായി തീർന്ന ഒരു ദേശമായി തീർന്നു. AD 70 മുൻപ് നടന്ന ഈ ബാബിലോണിൻ്റെ അധിനിവേശത്തെ നമുക്കറിയാം. ആലയം പൂർണ്ണമായി ശൂന്യമാക്കപ്പെട്ടു, ദേശം ശൂന്യമാക്കപ്പെട്ടു, മതിലുകളെല്ലാം ഇടിഞ്ഞുപോയി, നിറയെ കാടുകൾ കൊണ്ട് നിറഞ്ഞു, പാമ്പുകളെ കൊണ്ട് നിറഞ്ഞു, ആർക്കും ജീവിക്കാൻ കഴിയാത്ത നില ശൂന്യമായി പോയ ഒരിടം. AD 70 സംഭവിക്കുമ്പോൾ രാജ്യമേ നഷ്ടപ്പെട്ടു പോയി. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പോലും ഇല്ലാത്ത നിലയിലേക്ക് ആ ജനത്തിന് രാജ്യം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പലതരത്തിൽ 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ ആരംഭിച്ച ഒരു സയോണിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ട്. ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മൂവ്മെൻറ്റ്, അതിന് സയോണിസ്റ്റ് മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്നത്. അവർ മുതൽ ആ മൂവ്മെൻറ്റ് വരെയുള്ള ഇസ്രായേൽ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. നമ്മുടെ ഭാഗം വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ 13ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ നിന്നോട് നീ മനുഷ്യരെ തിന്നുകളയും, നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ചെയ്ത ദേശമാകുന്നു എന്ന് പറയുന്നത് കൊണ്ട്. ഇവിടെ പറയുന്നു, എന്തു ചെയ്തു? നീ മക്കളില്ലാത്തവരാക്കുകയും ചെയ്ത ദേശമാകുന്നു എന്നാണ് അതിൻ്റെ പേര്. അടുത്ത അതിൻ്റെ 14ാമത്തെ വാക്യം. എന്ന് പറയുന്നത് കൊണ്ട് നീ ഇനിമേൽ മനുഷ്യരെ തിന്നു കളയുകയില്ല, നിന്റെ ജനത്തെ ഇല്ലാത്തവരാക്കുകയും ഇല്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അതിന് 15ാമത്തെ വാക്യം. ഞാൻ ഇനി നിന്നെ ജാതികളുടെ നിന്ന കേൾപ്പിക്കുകയില്ല, വംശങ്ങളുടെ അപമാനം നീ ഇനി വഹിക്കുകയില്ല, നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ഇല്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ എടുത്തെടുത്തു പറയുന്നുണ്ട്, മക്കൾ മക്കൾ എന്നെടുത്തു പറയുന്നുണ്ട്. അതെന്താ ഈ മക്കൾ മക്കൾ എന്ന് എടുത്തു പറയുന്നു? 13ാമത്തെ വാക്യത്തെ വായിക്കുന്നു, നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ചെയ്തു ദേശമാകുന്നു എന്ന് പറയപ്പെടുന്നു. 2, നീ മനുഷ്യരെ തിന്നുകളയുകയില്ല. അതുകൊണ്ട് പിന്നെ പറയുന്നത്, നിന്ന് ജാതികളുടെ നിന്ന കേൾപ്പിക്കുകയില്ല, അപമാനം നീ ഇനി വഹിക്കുകയില്ല, നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയുമില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇസ്രായേൽ ജനത്തിൻ്റെ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോയെന്നറിയാമോ? എത്ര കുഞ്ഞുങ്ങൾ. ഇസ്രായേൽ ജനം AD 70 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചെതിരിപ്പോയപ്പോൾ അവർ കയറി ചെന്ന ഇടങ്ങളിലെല്ലാം അവരെ ഉപദ്രവിക്കാവുന്നൊരു മാക്സിമം ഉപദ്രവിച്ചു. അങ്ങനെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന യഹൂദന്മാരെ വിഷബാധയുള്ള അണുക്കളെ കൊണ്ട് ശ്വസിപ്പിച്ച് എത്ര ജനത്തെ കൊന്നു മക്കളില്ലാത്തവരാക്കി മാറ്റി.
സന്താനങ്ങൾ ഇനി ഉണ്ടാകരുത്. ഇത് ഇന്നലെ തുടങ്ങിയ ഒരു പദ്ധതി അല്ലിത്. ഇസ്രായേൽ ജനത്തിന് സന്തതികൾ ഉണ്ടാകാൻ പാടില്ല. ഹിറ്റ്ലറിന്റെ വലിയ നേതൃത്വത്തിൽ അവിടെ ചെന്ന പാവപ്പെട്ട യഹൂദന്മാർ, ലക്ഷക്കണക്കിന് യഹൂദന്മാരെ വിഷവായു ശ്വസിപ്പിച്ച് അവരെ കൊന്നു, ആ കുടുംബത്തോട് നശിപ്പിച്ചു. ഇനിയും അടുത്തൊരു തലമുറ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എത്രയിടത്ത് റഷ്യയിലെ എവിടെല്ലാം സംഭവിച്ചു, എത്ര ഇടങ്ങളിൽ അത് സംഭവിച്ചു. ഇനി ഒന്നുകൂടെ നമ്മൾ ബൈബിളിലേക്ക് പോയാൽ, ദൈവവചനത്തിലേക്ക് പോയാൽ, അവർ ഈജിപ്തിൽ താമസിക്കുമ്പോൾ മോശ ജനിച്ച കാലഘട്ടത്തിലുണ്ടായ ഫറവോന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. 2 വയസ്സിന് താഴെ ജനിക്കുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും കൊന്നേക്കണം, നൈൽ നദിയിൽ എറിഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ, ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വരുന്ന ആൺകുഞ്ഞുങ്ങളാണ് അടുത്ത ഒരു തലമുറ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു തലമുറ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒറ്റ ആൺകുഞ്ഞും കാണാൻ പാടില്ല. നോക്കണം, ഇസ്രായേലിന്റെ രാഷ്ട്രത്തിന്റെ ആ ആരംഭ ടൈമാ. ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ കൺട്രി ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ആ ഫോർമേഷന്റെ ബിഗിനിങ് ടൈമാ. ആ ടൈമിൽ പുറപ്പെടുവിച്ചാണ് 2 വയസ്സ് താഴെയുള്ള സകല ആൺകുഞ്ഞുങ്ങളെ കൊന്നേക്കണം. എത്ര കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ആ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന അടുത്തൊരു തലമുറയാകേണ്ട കുഞ്ഞുങ്ങളുടെ കാലഘട്ടം വരുമ്പോൾ ആൺകുഞ്ഞുങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി നോക്കി. ഇനി അതിൻ്റെ നടുവിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര യുദ്ധങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. എത്ര പേരൻസ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. ഇനിയും യേശു ജനിച്ചപ്പോൾ ഹെരോദാവ് എന്താ ചെയ്തത്? 2 വയസ്സ് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും കൊന്നേക്കണം. ആ തലമുറയിലും വളർന്നു വരുമ്പോൾ ആൺ തലമുറ കാണാൻ പാടില്ല. അന്ന് എത്ര കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ഇനി AD 70 പ്രവാസത്തിലേക്ക് പോകുമ്പോൾ എത്ര ചെറുപ്പക്കാരെ അവന്മാർ കൊന്നിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. അടുത്തൊരു തലമുറയാണ് കുഞ്ഞുങ്ങൾ. അടുത്ത ഒരു തലമുറയായി തീരേണ്ട കുഞ്ഞുങ്ങളെ ആ ബാബിലോൺകാർ കൊന്നു. AD 70 നടന്നതായ ആ പ്രവാസ കാലഘട്ടത്തിൽ കടന്നുപോയിടത്തൊക്കെ എത്ര കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും കൊന്നു എന്ന് പറയും. ഇനി ഒരു സന്താനങ്ങളും ഇസ്രായേലിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് മിസ്രൈമിലെ ചരിത്രം പറയുമ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത് വർദ്ധിച്ചു പെരുകി എന്ന വായിക്കുന്നത്, മൾട്ടിപ്ലൈഡ്. നോക്കണം, പ്രവാസത്തിൽ കൊണ്ടുപോയിട്ടും ശരി, അവർ മടങ്ങി വന്നപ്പോഴും അവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് ചിന്നിച്ചെതിരിപ്പോയി നാമാവിശേഷമായി എന്ന് ലോകം വിധി എഴുതിയപ്പോഴും, ഇനി അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകത്തില്ല എന്ന് വിധി എഴുതിയപ്പോഴും, സ്വർഗത്തിലെ തമ്പുരാന്റെ ദൃഷ്ടി തൻ്റെ ജനത്തിൻ്റെ മേലിരുന്നത് കൊണ്ട് ദൈവം അവരെ വർദ്ധിപ്പിച്ചു. അവർ തനിയെ വർദ്ധിച്ചതല്ല, ദൈവം വർദ്ധിപ്പിച്ചതാണ്. എത്ര കുഞ്ഞുങ്ങൾ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ഒരു ജനത്തിനും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്,
ലോകത്തിൽ എത്രയോ ഭാഷക്കാരുണ്ട്. ഇതുപോലെ കൊല ചെയ്യപ്പെട്ട, തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വംശവും ലോകത്തിൽ കാണത്തില്ലായിരിക്കാം. അത്രമാത്രം ഉപദ്രവിക്കപ്പെട്ടു. എന്നാൽ 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുമ്പോൾ അവിടേക്ക് കടന്നു വരുവാൻ ദൈവം അവിടെ ചിലരെ ആക്കി വെച്ചിരുന്നു. ഇന്ന് വന്നപ്പോൾ ഇഷ്ടം പോലാണ് ദൈവം അവർക്ക് ജനങ്ങളെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രതികൂലങ്ങളുടെ നടുവിലും പ്രയാസ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും ഒരു കാലഘട്ടത്തിൽ തലമുറകളില്ല എന്ന് ലോകം വിധി എഴുതിയാലും പിശാച് അതിന്മേൽ മുദ്ര കുത്തിയാലും ദൈവം അതിൻ്റെ നടുവിലൂടെ തൻ്റെ ജനത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈ വചനത്തിലൂടെ എനിക്ക് പറയാനുള്ളത് കാര്യം, ദൈവം തൻ്റെ ജനത്തിന്മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പൂർത്തീകരിക്കും. അതിന് എവിടെല്ലാം ആരിലൂടെയെല്ലാം പിശാച് തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും, ഏതെല്ലാം സോഴ്സുകൾ അടച്ചാലും, അതിന് നടുവിലൂടെ ദൈവം വളർത്തിയെടുക്കേണ്ടതിനെ വളർത്തിയെടുത്തിരിക്കും. അതിൻ്റെ നടുവിലൂടെ വളർത്തേണ്ടതിനെ വളർത്തി കൊണ്ടുവന്ന് ആക്കേണ്ടതിനെ ആക്കേണ്ട സ്ഥാനങ്ങളിൽ ദൈവമാക്കിയിരിക്കും. അതിനെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ചിതറപ്പെട്ടുപോയ ഇസ്രായേൽ രാഷ്ട്രം ഇനി ഒരിക്കലും രൂപീകരിക്കപ്പെടത്തില്ല എന്ന് ലോകം വിധി എഴുതിയപ്പോൾ, എന്നേക്കുമായി ചിതറപ്പെട്ടുപോയി എന്ന് ലോകം വിധി എഴുതിയപ്പോൾ, ദൈവം അതിൽ നിന്ന് ചിലരെ ശേഖരിച്ച്, അങ്ങനെ ഇവിടെ വേദഭാഗത്ത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ജാതികളിൽ നിന്ന് ചിലരെ ശേഖരിച്ച് കൊണ്ടുവരുമെന്ന് ഈ വാക്യത്തിനകത്ത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം അവരെ ശേഖരിച്ചു. ദൈവം അവരെ ഒരുക്കിക്കൊണ്ട് വന്നു. അവിടെ വായിക്കുന്ന ഇനിയും മക്കളില്ലാത്തവരാണെന്ന് പറയത്തില്ല, അവരെ മക്കളെ ഇനി കൊല്ലത്തില്ല. ഇസ്രായേൽ ജനത്തിന് പൊതുവെ ഒരു പേര് കിടപ്പുണ്ട്, ക്ഷാമം കൊണ്ട് നിറഞ്ഞ രാജ്യം, രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട രാജ്യം, മക്കളില്ലാത്ത രാജ്യം എന്നൊക്കെ വിവിധ നിലകളിൽ മറ്റുള്ളവർ മുദ്ര കുത്തിവെച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആളുകൾ യഹൂദന്മാരെ വെറുത്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടില്ല. ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഞാനതാ പറഞ്ഞു, ഇതുപോലെ അപമാനങ്ങൾ സഹിച്ച, ഇതുപോലെ പീഡനങ്ങളിലൂടെ കടന്നുപോയ, ഇതുപോലെ നഷ്ടങ്ങളിലൂടെയും തലമുറകൾ ഇല്ലാത്തവരായി തീർന്നുമായ ഒരു വംശം ലോകത്തിൽ കാണത്തില്ല. ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ അവരെ അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആളുകൾ അവരുടെ ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. ആ ശത്രുക്കൾ ചിലർ അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. യഹോവ തൻ്റെ ജനത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനുള്ള തൻ്റെ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ ഈ പറയപ്പെട്ട അപമാനവും ഈ പറയപ്പെട്ട നിന്ദകളും, ഈ മക്കളില്ലാത്തവരെന്നും മക്കളെ കൊന്നവരെന്നും മക്കളെ നശിപ്പിച്ചവരെന്നൊക്കെ പറയപ്പെടുന്നതൊക്കെ ഒന്ന് മാറി, ആ ലജ്ജകൾ മാറി, നിന്ദകൾ മാറി, ഒരു വലിയ സുദിനത്തിലേക്ക്,
ഒരു ശുഭമാകുന്ന അനുഭവത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവരും. ഇനി അവർ ലജ്ജ അനുഭവിക്കത്തില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇസ്രായേലിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 1948 രൂപീകരിക്കപ്പെട്ട ഇസ്രായേൽ രാഷ്ട്രം എത്രയോ വലുതായി മാറി. ലോക ചരിത്രത്തിലൊരു പ്രധാന നാഴിക കല്ല് പോലെയുള്ളൊരു രാഷ്ട്രമായി മാറ്റപ്പെട്ടു. അവരെ വിഷവായു ശ്വസിപ്പിച്ച് കൊന്ന ഹിറ്റ്ലറുടെ രാജവംശവും എവിടെ? അവരുടെ വംശം ഇന്ന് എവിടെ? ആ ജർമ്മനി ഒരു കാലത്ത് ശക്തമായ നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുവെങ്കിൽ ഇന്ന് ജർമ്മനി എവിടെ? ഹിറ്റ്ലർ പോയി, ജർമ്മനിയുടെ ശക്തി നഷ്ടപ്പെട്ടു. അന്ന് അപമാനിച്ച, അന്ന് കൊല്ലപ്പെട്ട പാവങ്ങളെന്നും മക്കളില്ലാത്തവരെന്നൊക്കെ, സ്വന്തം സ്ഥലമില്ലാത്തവരെന്നും പ്രവാസികളെന്നൊക്കെ വിളിച്ച യഹൂദൻ എന്ന് കിട്ടിയ രാജ്യത്തിൽ അവരൊരു പ്രധാനപ്പെട്ട രാഷ്ട്രമായി മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ദൈവം പണിയാൻ തുടങ്ങിയാൽ അതിനെ ആർക്കും തടയുവാൻ കഴിയില്ല. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പണി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് തടുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പണിയാൻ തുടങ്ങിയാൽ അതിനെ തടയുവാൻ ലോകത്തിനൊരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറുന്നു. പുക ചിതറിക്കും പോലെ ദൈവം അവരെ ചിതറിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നീ ഞങ്ങളുടെ ഭവനത്തെ ഒന്ന് പണിയണമേ, ഞങ്ങളുടെ തലമുറയെ ഒന്ന് പണിയണമേ, ഞങ്ങളുടെ ദേശത്തെ ഒന്ന് പണിയണമെന്നോ നമ്മൾ പ്രാർത്ഥിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പണി നമ്മുടെ ഭവനങ്ങളിൽ ആരംഭിക്കും. ദൈവത്തിൻ്റെ പണി നമ്മുടെ തലമുറയിൽ ആരംഭിക്കും. ദൈവത്തിൻ്റെ പണി നമ്മൾ വസിക്കുന്ന രാജ്യത്ത്, നമ്മുടെ ലോക്കലിൽ ദൈവത്തിൻ്റെ പണി ആരംഭിക്കും. അത് ശ്രേഷ്ഠവും മാന്യമായിരിക്കും. അതിനെ തടയുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഇസ്രായേലിനെ പോലെ ഏതെങ്കിലും നിരാശയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപവാദങ്ങളിൽ അകപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്ദകളിലും അപമാനങ്ങളിലൂടെ പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇസ്രായേലിനെ നോക്കി നിന്ദിച്ചതുപോലെയും അപമാനിച്ചതുപോലെയും ആ നില നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും പോകുന്നവർ ആരെങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോമിലും യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിൻ്റെ മകനും മകളുമാണെങ്കിൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ നിന്നെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം തൻ്റെ പണി അതിൻ്റെ നടുവിലൂടെ ചെയ്തു പൂർത്തീകരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് ഈ വചനാടിസ്ഥാനത്തിൽ വിളിച്ചു പറയുകയാണ്. അവിടെ വായിക്കും, നീ ഇനി മനുഷ്യരെ വിഴുങ്ങുകയില്ല. ദൈവം ഇസ്രായേലിനെ ഒരു പരിവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്, ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക്. ദൈവം ഇസ്രായേലിന് മേൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം ചെയ്യുമെന്നും വീണ്ടും സമൃദ്ധമായിരിക്കുന്ന ആതിഥ്യ മര്യാദയുള്ള ഒരു ദേശമായി തീരുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ഈ കാലഘട്ടം നോക്കി ഒരു സമൃദ്ധിയുടെ രാജ്യമായി മാറി. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഒരുപാട് ആളുകൾ ഇസ്രായേൽ പ്രവാസികളായിപ്പോയി ഇന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ജോലിക്ക് പോകുന്നവർ പറയുന്നത് അവിടെ സുഖമാണ്, വളരെ സ്നേഹവും കരുണയുമാണ് അവർക്ക് നമ്മളോടുള്ളത്.
എന്ന് ഇന്ന് ജോലിക്ക് പോകുന്നവർ പറയുന്നുണ്ട്. നോക്കണം, അവിടെ പറയുന്നത് അവർ മറ്റുള്ളവരെ ആതിഥ്യ മര്യാദയോട് സൽക്കരിക്കുന്ന മര്യാദയുള്ളവരായി ജനത്തെ, മറ്റുള്ളവരെ സ്വീകരിക്കുന്നു, മറ്റുള്ളവരെ അവർ അംഗീകരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ പരിശ്രമത്തിലൂടെയും അതുപോലെ തന്നെ അമാനുഷികമാകുന്ന ദൈവിക അനുഗ്രഹത്തിലൂടെയും ഈ രാഷ്ട്രം പണിയപ്പെടും എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. AD 70 മുതൽ നീണ്ട വർഷങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്കൊന്നും രാജ്യവുമില്ല, ഞങ്ങൾ അഭയാർത്ഥികളാണ്. ദൈവസ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. അതാണ് ദാവീദ് ഒരിക്കൽ വിളിച്ചത്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ഈ വചനം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. നിന്റെ സ്ഥിതി മാറ്റും. നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ഇനി നമുക്ക് അവിടെ വായിക്കുന്നത്, ജനങ്ങളുടെ പരിഹാസങ്ങൾ ഞാൻ അനുവദിക്കുകയില്ല. ഇസ്രായേൽ ദേശത്തിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഏറ്റവും ഉന്നതമാണ്. എക്കോളജിക്കലായിട്ട് പരിസ്ഥിതി നിലയിൽ നോക്കുമ്പോൾ ഏറ്റവും ഉന്നതമാകുന്ന നിലയിലേക്കാണ് ദൈവം ആ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. മറ്റു ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഇസ്രായേലിൻ്റെ പദവി ഉയർത്തപ്പെടും. അവർക്ക് വലിയ സുരക്ഷിതത്വവും നൽകുമെന്ന് ദൈവം ഉറപ്പായി പറയുന്നു. ദൈവം അവർ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ആ ദേശത്തെ ദൈവം പണിയാൻ പോകുന്നത് പരിതസ്ഥിതിയായിരിക്കുന്ന മലിനികർ ഒന്നുമില്ലാതെ ഒരു നല്ല രാജ്യമായി അതിനെ വളർത്തിയെടുക്കുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കതിൻ്റെ 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യവും ഒന്ന് വായിച്ച് ഈ രാത്രി നമുക്ക് നിർത്താം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും ദുഷ്പ്രവൃത്തികൾ കൊണ്ടും മലിനമാക്കി. എന്റെ മുമ്പാകെ അവരുടെ നടപ്പ് ഋതുവായൊരു സ്ത്രീയുടെ മാലിന്യം പോലെ ആയിരുന്നു. 18 വേണം. ഇനി ഇവിടെ വരെ പറഞ്ഞത് വരുവാൻ പോകുന്ന വാഗ്ദത്തത്തെക്കുറിച്ച്. ഇനി ഈ 16 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങൾ ഇസ്രായേലിലെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു ഫ്ലാഷ് ബാക്കാണ്, ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് പ്രവാസത്തിൽ പോയി, അതിന് പോകാനുള്ള കാരണം എന്താണ്, പ്രവാസത്തിൽ ചെന്നപ്പോൾ ജനത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരുന്നു, അവരുടെ ചിന്താഗതി എന്തായിരുന്നു, എന്താണ് ദൈവം വീണ്ടും പ്രവാസത്തിൽ നിന്ന് ഇവരെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്, തുടങ്ങിയതായ വസ്തുതകളാണ് ഈ 16 മുതൽ വാക്യങ്ങളിൽ അങ്ങോട്ട് രേഖപ്പെടുത്തിക്കുന്നത്. മൊത്തം അതാണ്. അതുകൊണ്ട് നമുക്കിതിനെ ആരംഭം ഒന്ന് ടച്ച് ചെയ്തിട്ട് നിർത്താം. ഇസ്രായേൽ മക്കൾ അവരുടെ ദേശം ജീവിത രീതികൾ കൊണ്ടും പ്രവൃത്തിയിൽ കൂടെയും നാം വായിക്കുന്ന ദേശം മലിനമാക്കിയ നാം വായിക്കുന്നു. അവിടെ 17-ാമത്തെ വാക്യം വായിക്കുന്ന, അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മലിനമാക്കി. അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. യഹോവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തില്ല. അവർ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തു, ആളുകളെ കൊല്ലുകയും ചെയ്തു. അവർ ദേശത്തെ മലിനമാക്കി. എങ്ങനെ മലിനമാക്കി? സ്വന്തം വഴികളാലും പ്രവൃത്തികളാലും അവർ ദേശത്തെ മലിനമാക്കി.
ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ അവരുടെ അനുസരണക്കേട് അവരുടെ ദേശത്തിന്മേൽ ശാപം വരുത്തുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അവർക്കത് ശാപമായി തീരുമെന്ന് പറഞ്ഞിരുന്നു. കാരണം അതുകൊണ്ട് ദേശം മലിനമാക്കിയതിനാണ് ഒന്നാമത്തെ തെറ്റ്. ദേശം മലിനമാക്കി. എന്തുകൊണ്ട് മലിനമാക്കി? ജീവിത രീതികളാലും തങ്ങളുടെ പ്രവൃത്തികളാലും അവർ ദേശം മലിനമാക്കി. അവർക്ക് നടപ്പ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും, നടപ്പെന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ, പ്രവൃത്തികൾ കൊണ്ടും അവർ ദേശം മലിനമാക്കി. അതുകൊണ്ട് ദേശത്തിന് ദൈവത്തിന്റെ ശാപം വന്നു എന്ന് ഈ ഭാഗം വ്യക്തമായി തെളിയിക്കുന്നു. ഇനി 18-ാമത്തെ വാക്യം വായിച്ചേ. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. അടുത്തത്, ഒന്ന് മലിനമാക്കി, തങ്ങളുടെ വഴി കൊണ്ടും തങ്ങളുടെ പ്രവൃത്തികളാലും ദേശത്തെ മലിനമാക്കി. 2, ദൈവം അവർക്ക് കൊടുത്ത സ്ഥലം, ആ സ്ഥലത്ത് അവർ രക്തം ചൊരിച്ചിൽ നടത്തി, രക്തം ഒഴുക്കി. ഏതിനു മുൻപിൽ? വ്യാജ ദൈവങ്ങളുടെ മുൻപിൽ. വ്യാജ ദൈവങ്ങളെ ആരാധിച്ചു. അവർ തങ്ങളുടെ ദൈവത്തെ വിട്ടുമാറിയിട്ട് അവർ വ്യാജ ദൈവങ്ങളുടെ മുൻപിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നു, രക്തം ചൊരിയിച്ചു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ വിട്ടു. ദൈവത്തിന്റെ ജനത്തോട് കോപിച്ചു, അവരെ ശിക്ഷിച്ചു. അങ്ങനെയാണ് ബാബിലോൺകാരെ ഇസ്രായേൽ രാഷ്ട്രം നശിപ്പിക്കുവാൻ ഏൽപ്പിക്കുന്നത്. ബാബിലോൺകാർ അങ്ങനെയാണ് അവിടെ കടന്നു വരുന്നതും മിക്ക ആളുകളെയും കൊല്ലുന്നതും ജീവനോട് ചിലരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ചെയ്യാൻ കാരണം, ഒന്ന്, അവർ ദേശത്തെ മലിനമാക്കി ജീവിത രീതികൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും. 2, ദൈവത്തെ വിട്ടിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ചു. ആ ദൈവയുടെ മുമ്പാകെ രക്തമൊഴുക്കി. സ്വന്തം കുഞ്ഞുങ്ങളെ ബെൻഹിനോ താഴ്വരയിൽ കൊണ്ടുപോയി കൊന്നു രക്തം ചൊരിഞ്ഞു. ഈ കാരണങ്ങൾ നിമിത്തം ഞാൻ ഈ ജനത്തെ ബാബിലോൺകാരുടെ കയ്യിലേൽപ്പിച്ചു. അതുകൊണ്ടാണ് ബാബിലോൺ അതിനകത്ത് പ്രവേശിക്കുവാൻ കാരണമായി തീർന്നത്. ഞാൻ എൻ്റെ വാക്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗങ്ങൾ വായിച്ചാൽ എനിക്ക് നിർത്തുവാൻ സാധിക്കത്തില്ല. ഈ രാത്രിയിൽ നമ്മൾ ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് കൂടുതലായും പഠിച്ചത്. ആ കേട്ട വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ജനത്തിന് മേലിരിക്കുന്നു. ദൈവത്തിന് തൻ്റെ ജനത്തിന്മേലും ജനത്തിന് അവകാശമായി കൊടുത്തിരിക്കുന്നവയിലും പരമാധികാരവും ഉണ്ട്. ദൈവം പണിയാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ തടയാൻ കഴിയത്തില്ല. എത്രയെല്ലാം വാദഗതികളും ആരെല്ലാം എവിടെല്ലാം ഉയർന്നു വന്നാലും, നമ്മളെ നശിപ്പിക്കാമെന്ന് ആരെല്ലാം ചിന്തിച്ചാലും, ദൈവം അനുവദിച്ചിട്ടല്ലാതെ ആർക്കും നമ്മെ തൊടുവാൻ കഴിയത്തില്ല. ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതിനെ തടയുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവം ഇങ്ങനെ പറയും, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഇന്ന് രാത്രി വിശ്വസിക്കാമോ? പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ചിന്താവ്യാകുലതയോടെ ഇന്ന് രാത്രിയിൽ ഈ സൂം ഫ്ലാറ്റും അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ, അല്ല ഈ യൂട്യൂബ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ, ഈ വചനത്തിന്റെ അടിസ്ഥാനം വിളിച്ചു പറയുന്നു,
ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ തടയാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ ദൈവം കൃപ നൽകേണ്ടത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.